ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ കരുണയുടെ പുണ്യദിനങ്ങളിലാണ് നാം എല്ലാവരും ആയിരിക്കുക. വലിയ ആഴ്ച കഴിഞ്ഞ് ഇത് നമ്മളിപ്പോൾ ഈ ആഴ്ചയിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പുണ്യദിനങ്ങളാണ്. കരുണയുടെ ശക്തമായ പ്രവാഹം, കരുണയുടെ നിലയില്ലാത്ത ആഴക്കടൽ തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഈശോ നമ്മെ സ്നേഹിക്കുകയാണ്. സ്വർഗം നമ്മെ സ്നേഹിക്കുകയാണ്. ഈ കരുണയിലേക്ക് നമ്മെ മാടി വിളിക്കുകയാണ്. അതിനാൽ തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെ, വലിയ നന്ദിയോടെ കർത്താവിൻ്റെ കരുണയിലേക്ക് ഓടിയണയുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഈ വലിയ ആഴ്ചയിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഓശാന വിളികളോടെ ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാലുമെന്ന് നിലവിളിച്ചുകൊണ്ട് ദൈവമക്കളായി നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു. നമ്മെ രക്ഷിക്കുവാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. നമ്മെ വീണ്ടെടുക്കാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. ഏകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഈ ലോകത്തിന് നമുക്ക് ആർക്കുമേ രക്ഷയില്ല. ഈശോ അത് സന്തോഷത്തോടെ നമുക്ക് വേണ്ടി പൂർത്തീകരിക്കുകയാണ്. പെസഹ വ്യാഴം ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ എനിക്ക് ലഭിച്ച വലിയൊരു ബോധ്യം, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ തന്നെ നമുക്ക് വേണ്ടി നൽകുകയാണ്. അപ്പം എടുത്ത് സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. അവിടെ വിശുദ്ധ ഫൗസ്റ്റീന കാണുന്ന ഒരു വലിയ ഒരു ദർശനമുണ്ട്. അതെന്തറിയോ? ഈശോ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോ കർത്താവിന്റെ കണ്ണുകൾ അഗ്നിമയമായ രീതിയിൽ കത്തിജ്വലിക്കുന്ന കണ്ണുകൾ. അവിടെ പിതാവായ അപ്പനുമായിട്ടുള്ള ഒരു ആഴപ്പെട്ട സംഭാഷണം. വേറെ ആരും നോക്കുന്നില്ല. ഈശോ അപ്പനെ നോക്കി അപ്പനുമായിട്ട് ആഴപ്പെട്ട ബന്ധത്തിൽ നിന്ന് ഒന്ന് സംസാരിച്ചു. എന്തെന്നറിയോ? അപ്പാ, അപ്പന്റെ ഇഷ്ടപ്രകാരം മാനവകുലത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ നൽകാൻ പോവാ. അപ്പന്റെ സമ്മതം, അപ്പനുമായിട്ടൊരു സംഭാഷണം അപ്പനും മകനും തമ്മിൽ ഉറപ്പിച്ചു. ഇതാ, ഈ സമയം എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ, എൻ്റെ രക്തത്തെ മനുഷ്യകുലത്തിനു വേണ്ടി ഞാൻ നൽകുന്നു. അപ്പന്റെ സമ്മതം വാങ്ങിച്ചു, അപ്പൻ അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് ഈശോ അപ്പമെടുത്ത് അപ്പനോട് ഇതുപോലെ സംസാരിച്ചതിന് ശേഷം പറയാ, ഇതെന്റെ ശരീരമാണ് മക്കളെ, ഇതെന്റെ രക്തമാണ് മക്കളെ. ഈശോ സ്വന്തം കരങ്ങളില് തന്റെ ശരീരമെടുത്ത്, തന്റെ രക്തമെടുത്ത്, തന്നെ എടുത്ത് നമുക്ക് നൽകിക്കൊണ്ട് പറയാം, പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന, മുറിയപ്പെടുന്ന എൻ്റെ ശരീരം, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോ തന്നെ സ്വമനസാലെ അപ്പന്റെ സമ്മതത്തോടെ ഈ പെസഹ വ്യാഴാഴ്ച സമർപ്പിച്ചപ്പോ അതിന്റെ പൂർത്തീകരണമായിരുന്നു മക്കളെ ഈ കുരിശിലെ ബലി. അത് യൂദന്മാർ ഈശോയെ കൊന്നതല്ല, പീലാത്തോസ് ഈശോയെ വിധിച്ചത് കൊണ്ടല്ല ഈശോ മരിച്ച്. പിന്നെയോ ഈശോ സ്വന്തം മനസ്സാലെ കീറി മുറിച്ച് രക്തം ചിന്തി നമുക്ക് തന്നെ നൽകി. അത് അതിന്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ് കുരിശിലെ ബലി. നമുക്ക് വേണ്ടി നൽകുക, വേറെ ഒന്നും കൊണ്ടല്ല. ദൈവത്തിന്റെ കരുണ. എന്താണ് മക്കൾ ദൈവത്തിന്റെ കരുണ? ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല, പാപത്തെ നീക്കിയ. നമുക്കറിയാം, പാപത്തിലൂടെ കടന്നു വന്ന ഭവിഷ്യത്തുകള്, ശാപം, നാശം, പൈശാചിക ബന്ധനങ്ങള്, ഒത്തിരിയേറെ മരണം, അതിന്റെ ആധിപത്യങ്ങള്, തകർച്ചകള്, രോഗങ്ങള്, ഇങ്ങനെല്ലാം കടന്നു വന്നപ്പോ ആ പാപം നീക്കണമെങ്കിൽ ഈശോയ്ക്കല്ലാതെ വേറെ ആർക്കുമേ കഴിയത്തില്ല. എന്റെ പ്രിയപ്പെട്ട മക്കൾ, നമ്മൾ അറിയണം, മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൺട്രോൾ പോയി. നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിയന്ത്രണം വിട്ടു. പിന്നെ നമ്മുടെ നിയന്ത്രണം പിശാച് ഏറ്റെടുക്കും. ആ പാപത്തിന്റെ അനന്തര ഫലങ്ങളാകുന്ന ശാപവും മരണവും, അതുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക അവകാശങ്ങളും, അതുമായിട്ട് ബന്ധപ്പെട്ട തകർച്ചകള്, രോഗങ്ങള്, നാശങ്ങള്, അതിന്റെ അനന്തര ഫലങ്ങൾ കടന്നു വരും. പിന്നെ നമ്മുടെ നിയന്ത്രണം പോയി. പാപം ചെയ്യുന്നത് വരെ നമുക്ക് നമ്മുടെ മേലൊക്കെ ഒരു നിയന്ത്രണമുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാപം ഏറ്റെടുക്കാൻ പാപമില്ലാത്ത യേശുവിനെ കഴിയൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമുക്കറിയാം
കുരിശിൽ സംഭവിച്ച കാര്യങ്ങൾ, പാപത്തെ ഏറ്റെടുത്ത് ശാപത്തെ നീക്കി, ഗലാത്യർ 3:10-13 വരെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. പാപത്തിന്റെ വേദനമായ മരണം നീക്കാൻ ഈശോ നമുക്ക് പകരം നമുക്ക് വേണ്ടി മരിച്ചു. അതോടൊപ്പം തന്നെ പിശാചിന്റെ ആധിപത്യങ്ങളെ ഹെബ്രായർ 2:15 തന്റെ മരണത്താൽ മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടിയിരുന്ന നിന്നെയും എന്നെയും ലോകം മുഴുവനെയും അവൻ മോചിപ്പിച്ചു. ആ പ്രവൃത്തി ഈശോയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതാണ് ഈശോ ചെയ്തത്. നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപമില്ലാത്ത പരമപരിശുദ്ധനായ കർത്താവ് ഈ പാപത്തെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അതിനായിട്ട് കുരിശിൽ മരിച്ച് ഇതാ എല്ലാ കടങ്ങളും വീട്ടിക്കൊണ്ട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എല്ലാം പൂർത്തിയായി. ലോകത്തോട് നോക്കിയിട്ട് പറയാ, മക്കളെ എല്ലാം പൂർത്തിയായിട്ടോ. എന്താ പൂർത്തിയായ? പാപം നീക്കപ്പെട്ടു, കടങ്ങൾ തീർക്കപ്പെട്ടു, ശാപങ്ങൾ തീർക്കപ്പെട്ടു, മരണം ഇനിയില്ല. ജീവന്റെ സമൃദ്ധിയാൽ ഇത് നിറയപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല സാത്താന്റെ അവകാശങ്ങളെ, ആധിപത്യങ്ങളെ എന്നേക്കുമായിട്ട് നിത്യനരകത്തിലേക്ക് താഴ്ത്തി പൂർത്തിയാക്കി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അവിടെ അവസാനിച്ചത് ഈശോയല്ല. ഞാൻ അവസാനിച്ചു എന്നല്ല പറയാ, എന്റെ ജീവിതം പൂർത്തീകരിച്ചു എന്നല്ല പറയാ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നമ്മുടെ കടങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി, നമ്മുടെ പാപം നീക്കാൻ വേണ്ടി, നമ്മുടെ ശാപം നീക്കാൻ വേണ്ടി, നമ്മുടെ തകർച്ചകൾ മാറ്റാൻ വേണ്ടി, അതിലൂടെ കടന്നു വന്ന രോഗങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങൾ എല്ലാം മാറ്റാൻ വേണ്ടി കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ് പിടഞ്ഞ് രക്തം ചിന്തി എല്ലാം പൂർത്തിയാക്കി പിതാവിന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് നൽകുകയാണ്. നമുക്കറിയാം, കരുണയുടെ തിരുനാളിനനുബന്ധിച്ചുള്ള നൊവേന ഈ ദുഃഖ വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ചങ്കുകുത്തി തുറന്നുകൊണ്ട് കരുണയുടെ വറ്റാത്ത ഉറവ, ഇതാ നെല്ലില്ലാത്ത കടല് പോലെ മഹാകരുണാസാഗരം ഇതാ കുരിശിൽ നിന്ന് കർത്താവ് ഒഴുക്കിയിട്ട് ലോകത്തോട് പറയാ, മക്കളെ എന്റെ കരുണ നെല്ലില്ലാത്ത കടല് പോലെയാണ്. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈ കരുണയെ കുറിച്ച് യേശു പറഞ്ഞ്, എന്റെ കരുണ നിലയില്ലാത്ത കടല് പോലെയാ. ഈ കരുണക്കടലിലേക്ക് എന്റെ മക്കൾ തിരിയണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് നമ്മൾ പറഞ്ഞു, മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. വേറെ ഒരു വഴിയില്ല, വേറെ ഒരു വഴിയില്ല. വേറൊരു മതവിഭാഗത്തിനോ, വേറെ ഒരു കർമ്മത്തിനോ, വേറെ ഒരു പ്രവൃത്തിക്കോ, ഒരു നേതാവിനോ, ഏത് ദൈവത്തിനോ പ്രിയപ്പെട്ട മക്കളെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം പാപം നീക്കിയ, ശാപം നീക്കിയ, ഇതുപോലെ രക്തം ചിന്തി മരിച്ച, ഇതുപോലെ പിശാചിനെ പരാജയപ്പെടുത്തിയ, ഇതുപോലെ കരുണ ചൊരിഞ്ഞ ഒരു ദൈവമില്ല, യേശു ക്രിസ്തു അല്ലാതെ. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ കരുണയാണ് മക്കളെ ഈ ചങ്കുകുത്തി തുറന്നുകൊണ്ട് തന്റെ തിരുരക്തവും അവസാനത്തുള്ളി ജലവും ഒഴുക്കിക്കൊണ്ട് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആണിപ്പാടേറ്റ കരങ്ങൾ കാണിച്ചുകൊണ്ട്, ആ ചങ്കത്ത് തൊട്ടുകൊണ്ട് ഈശോ പറയാ, മക്കളെ ഞാൻ കരുണയാണ്, കരുണയാണ്. എന്റെ ഈ കരുണയിലേക്ക് നിങ്ങൾ തിരിയണം, തിരിഞ്ഞേ പറ്റൂ. മാനസാന്തരത്തിന്റെ ഈ മണിക്കൂറിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? കർത്താവിന്റെ കരുണ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. ആ കരുണ സ്വന്തമാക്കിയേ പറ്റൂ. അല്ലാതെ നമുക്ക് ആർക്കുമേ രക്ഷയില്ല, വേറെ ഒരു രക്ഷയില്ല. യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ രക്ഷ സ്വന്തമാക്കിയല്ലാതെ നമുക്ക് ആർക്കുമേ രക്ഷയില്ല. ഇനി നമ്മൾ എന്താണ് ചെയ്യണം? അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ കരുണയുടെ പുതുഞായറാഴ്ച, കർത്താവിന്റെ കരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കാനൊക്കെ ഈശോ പറഞ്ഞ സന്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് ഈ മഹാകരുണ സ്വന്തമാക്കിയെടുക്കാൻ വേണ്ടി നമ്മെയും ലോകം മുഴുവനെയും
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പുണ്യദിനങ്ങളാണ്. ദിവസങ്ങളൊക്കെ ഈശോ ആദ്യത്തെ വെള്ളിയാഴ്ച എല്ലാ പാപികളെയും സമർപ്പിക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭക്തിതീഷ്ണതയുള്ള വിശ്വസ്തരായ മക്കളെ സമർപ്പിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് പ്രത്യേകമായി കർത്താവ് പറയുക, കർത്താവിനെ അറിയാത്തവര്, അവിശ്വാസികള് സമർപ്പിക്കാൻ പറഞ്ഞു. ഈ ദിവസങ്ങളിലൊക്കെ ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ഈ കരുണയുടെ നെല്ലില്ലാത്ത കടലിലേക്ക് സമർപ്പിച്ച് ആഴക്കടലാകുന്ന കരുണക്കടലിൽ മുക്കിയെടുത്ത് യഥാർത്ഥമായ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ ഈശോ പറയാം. ഇനി എല്ലാവരും വരിക, ഇനി വരാത്ത മക്കളെ നമ്മൾ കൊണ്ടുവരിക, സമർപ്പിക്കുക. എന്തിനെന്നറിയോ? അത് മറ്റൊന്നിനും വേണ്ടില്ല മക്കളെ, കർത്താവിൻ്റെ കരുണ എല്ലാ മക്കളും സ്വന്തമാക്കിയെടുക്കണം. അതിന് ചെയ്യേണ്ട കാര്യം എന്നറിയോ? ഈശോ എല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഈശോ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഇനി സ്വർഗത്തിന്, പിതാവായ ദൈവത്തിന്, ഈശോയ്ക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാനില്ല. എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. പൂർത്തിയായി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ടോ മക്കളെ? നമ്മൾ രക്ഷപ്പെട്ടോ? മാനവകുലം രക്ഷപ്പെട്ടോ? ക്രൈസ്തവ സഭ രക്ഷപ്പെട്ടോ? നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടോ? എന്തു പറ്റി? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കരുണ സ്വന്തമാക്കിയെടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മിൽ സംഭവിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു മക്കളെ. ആ നിലവിളി ഇന്നും ദിഗന്ധങ്ങൾ മുഴങ്ങുകയാ, എനിക്ക് ദാഹിക്കുന്നു. എന്തിനാ ഈശോയുടെ ദാഹം എന്ന് അറിയാമോ മക്കളെ? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ. നമ്മുടെ പാപങ്ങൾ ഈശോയ്ക്ക് ഏറ്റെടുക്കണമെങ്കിൽ, ശ്രദ്ധിച്ചേ, നമ്മുടെ പാപങ്ങൾ ഈശോയ്ക്ക് ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങൾ യേശുവിന് വിട്ടുകൊടുക്കണം. പാപത്തെ വിട്ടുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താല് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നുള്ളൂ. നല്ല കള്ളൻ ആ പാപം അംഗീകരിച്ച്, പിതാവേ ഞാൻ പാപിയാണ്, യേശുവേ പാപിയായ എന്നെ കൂടി ഓർക്കണമേ. അവന്റെ പാപത്തെ അംഗീകരിച്ച് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയോട് പറഞ്ഞപ്പോ ഈശോ പറയാ, നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മൾ അനുതപിക്കണം, പശ്ചാത്തപിക്കണം. ജോയൽ പ്രവാചന പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 12 മുതൽ തിരുവചന ഭാഗത്തില് നമ്മൾ കാണുന്നുണ്ട്, പശ്ചാത്തപിക്കുവിൻ. അവിടെ നമ്മൾ കാണുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. കർത്താവ് വിളിയ, നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിങ്കിലേക്ക് തിരിയണം. പശ്ചാത്താപത്തോടെ, എളിമയോടെ, മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞാലേ കർത്താവിൻ്റെ ഈ കാരുണ്യം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ദൈവാലയത്തിന്റെ പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, സ്വർഗത്തിന്റെ മക്കളാകുന്ന സ്വർഗത്തിന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിലേക്ക് തിരിക്കാൻ, കർത്താവിൻ്റെ അരികിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് തിരിച്ചു വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ എന്തിനാ കർത്താവിലേക്ക് വരുന്ന മക്കളെ? സങ്കടത്തോടെ പറയട്ടെ, മാനസാന്തരത്തിന്റെ ഒരു കാലഘട്ടമല്ല ഈ കാലഘട്ടം. മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് കർത്താവിലേക്ക്
പൂർണ്ണ ഹൃദയത്തോടെ തിരിച്ചു വരേണ്ടതിന് പകരം ഇന്ന് കർത്താവിന്റെ അരികിലേക്ക് അനേക മക്കൾ കടന്നു വരുന്നത് മാനസാന്തരപ്പെട്ടല്ല, പശ്ചാത്തപിച്ചല്ല. പിന്നെന്താണ്? അവനവന്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ, അവനവന്റെ ഇഷ്ടങ്ങൾ നിറവേറി കിട്ടാൻ, അവനവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവന്റെ സുഖഭാഗങ്ങൾക്ക് വേണ്ടി, അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അവൻ യേശുവിലേക്ക് വരുന്നു. ഒരു വലിയ പൈശാചികമായ ഒരു ആത്മീയത ഇന്ന് നമ്മുടെ സഭയില്, സമൂഹത്തില് അതിശക്തമാണ്. ഒരു ആന്റി ക്രൈസ്റ്റ് എലമെന്റ്, കർത്താവിന് വിരുദ്ധമായ ഒത്തിരിയേറെ കാര്യങ്ങൾ കൊണ്ട് ഇന്ന് ജീവിതങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. വചനമാകുന്ന യേശുവിന് വിരുദ്ധമായ പ്രവൃത്തികൾ ഇന്നെല്ലാവരും സംഭവിക്കുക. എന്നാൽ കർത്താവിന് അനുയോജ്യമായ, വചനത്തിന് അനുയോജ്യമായ യേശുവാകുന്ന, വചനമാകുന്ന ആ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെടുന്ന ഒരു ജീവിതം, ഒരു കുടുംബം, ഒരു സഭ, ഒരു സമൂഹം, ഒരു മാനവകുലം ഇന്നില്ല. അതിനുവേണ്ടി ആരും ഈശ്വര അരികിലേക്ക് വരുന്നില്ല. ഈ രക്ഷ, ഈ കാരുണ്യം, ഇന്നെല്ലാവരും കാരുണ്യം എന്നൊക്കെ പറയുമ്പോ ഓ ദൈവം കരിഞ്ഞൂടാവേ, ദൈവ കരുണയാൽ എനിക്ക് ജോലി കിട്ടി, ദൈവ കരുണയാൽ എനിക്ക് വിദേശത്ത് പോകാൻ പറ്റി, ദൈവ കരുണയാൽ എനിക്ക് രോഗശാന്തി കിട്ടി. പ്രിയപ്പെട്ട മക്കളെ, അതൊന്നുമല്ല കേട്ടോ ദൈവ കരുണ. ഇത് പറയുമ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വരിക വിശുദ്ധ കുർബാന മധ്യേ കുദാശ വചനങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാനത് ഒന്ന് പറയാം. അവിടെ പറയണ്, കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ കാരുണ്യം എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത, എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത വലിയ കാരുണ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കേട്ടോ, അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. ഇതാണ് മക്കളെ ദൈവത്തിന്റെ കരുണ. ഇതാണ് മക്കളെ സ്വന്തമാക്കേണ്ട ദൈവത്തിന്റെ കാരുണ്യം. ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കുവാൻ വേണ്ടി നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച ഈശോ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ നമ്മുടെ പാപത്തെ, അകൃത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് അർപ്പിച്ച ബലിയിൽ നമ്മുടെ പാപങ്ങളെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ എന്താണോ കാരണം അതെല്ലാം ഏറ്റുപറഞ്ഞ് വിട്ടുപേക്ഷിച്ചുകൊണ്ട് ആ ദൈവിക ജീവൻ സ്വന്തമാക്കിയെടുക്കുന്ന കാരുണ്യം, അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുന്ന കാരുണ്യം. നമ്മൾ അധപ്പതിച്ചവരാ, നമ്മെ സമുദ്ധരിച്ചു. പാപികളായി നമ്മുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ശത്രുക്കളെ, നമ്മെ നശിപ്പിക്കുന്ന, നമ്മെ ഇല്ലാതാക്കുന്ന ശത്രുക്കളെ പരാജിതരാക്കി. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് എവിടെ നോക്കി? ഈ ഒരു രക്ഷ, ഈ ഒരു കാരുണ്യം നമ്മൾ സ്വന്തമാക്കിയോ മക്കളെ? സഭ സ്വന്തമാക്കിയോ? കുടുംബങ്ങൾ സ്വന്തമാക്കിയോ? ഒന്ന് ഓർത്തോക്കി. ഇതാണ് കാരുണ്യം. ജീവൻ നഷ്ടപ്പെട്ടു പോയ നമ്മൾ ജീവൻ പ്രാപിക്കുന്നു. ബലഹീനനായി നമ്മെ ബലപ്പെടുത്തുന്നു. നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്നു. നമ്മുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നു. ഒരു തിന്മയ്ക്കും ഒരു പിശാചിനും നമ്മെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലെ ദൈവത്തിന്റെ മഹാകരുണ്യം, ആ കാരുണ്യം നമ്മിലേക്ക് ചൊരിയപ്പെട്ടു കഴിഞ്ഞു. അതെന്തുമാത്രം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് മക്കളെ? പരിശോധിക്കേണ്ട വലിയൊരു കാര്യമാണത്. ഈ കാരുണ്യം സ്വന്തമാക്കിയെടുക്കാതെ ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മറ്റു പല കാര്യങ്ങളെ പിന്നാലെ ഓടി നടക്കുക.
കർത്താവിന്റെ ഈ കാരുണ്യം സ്വന്തമാക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം. ഇതൊന്നുമില്ലാതെ ഇന്ന് ദൈവവചനത്തിന് പ്രാധാന്യമില്ല, ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല, വചനം അനുസരിക്കുന്നില്ല. എവിടെ നോക്കി കുടുംബങ്ങളിൽ സമാധാനമില്ല, മക്കൾക്ക് അനുസരണമില്ല, തോന്നിയ മാതിരി ജീവിതം. ഇന്ന് പല കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പല പല ധ്യാനങ്ങൾ, രോഗശാന്തി, അത്ഭുതങ്ങൾ, കാര്യസാധ്യങ്ങൾ, അതിനുവേണ്ടി പല പല കച്ചവടങ്ങൾ, ഇതൊക്കെ കൊണ്ട് ഇന്ന് ആത്മീയതയെ വളച്ചൊടിച്ചപ്പോ ദൈവത്തിന്റെ കരുണ എന്തെന്ന് മനസ്സിലാക്കാതെ ഇന്ന് മനുഷ്യൻ വ്യർത്ഥമായ ഈ ലോകത്തിലെ നൈമിഷിക നേട്ടങ്ങൾക്ക് വേണ്ടി, സുഖങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി അവൻ ദൈവത്തിന്റെ കരുണയെ വളച്ചൊടിച്ചു. ഇതൊന്നുമല്ല കരുണ. ഈ കരുണ, ഈ പറഞ്ഞ ഈ കരുണ സ്വന്തമാക്കണമെങ്കിൽ നമ്മിലൊരു മാനസാന്തരം സംഭവിക്കണം. നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനത്തിന് അടിസ്ഥാനപ്പെടുത്തി, ദൈവം പറഞ്ഞ വചനത്തിന് വെള്ളം ചേർക്കാതെ, വള്ളിപ്പുള്ളി വിടാതെ അനുസരിക്കുന്ന ഒരു ജീവിതം വേണം. അതാണ് മക്കളെ മാനസാന്തരത്തിന്റെ വലിയ സുവിശേഷം. അത് നമ്മൾ സ്വന്തമാക്കണം. അതിൽ ഈശോ പറഞ്ഞേ, കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം അതാണ് ഈ വചനം, അതനുസരിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും പറയും, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 21 മുതൽ തിരുവചന ഭാഗത്തില് ഈ അത്ഭുതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഈശോ പറയുന്നുണ്ട്. കർത്താവ് പറയാ, അന്ന് പലരും പറയും, എന്താ പറയുന്നത്? കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ നിരവധി അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അത്ഭുതങ്ങൾ ചെയ്തില്ലേ? പിശാചുക്കളെ പുറത്താക്കിയില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. നിങ്ങളെ അറിഞ്ഞിട്ടില്ല. വീണ്ടും പറയാ, അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോ. അത്ഭുതം പ്രവർത്തിച്ചവര്, പിശാചുക്കളെ ബഹിഷ്കരിച്ചവര്, അവരോട് ഈശോ പറയാ, അനീതി പ്രവർത്തിക്കുന്നവരെ, അനീതി. കാര്യസാധ്യത്തിനു വേണ്ടി കർത്താവിനെ വിറ്റവര്, കാര്യസാധ്യത്തിനു വേണ്ടി സുവിശേഷം പ്രഘോഷിച്ചവര്, അനീതി പ്രവർത്തിക്കുന്നവർ, മാനസാന്തരപ്പെട്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തില് വെള്ളം ചേർക്കാതെ, വള്ളിപ്പുള്ളി വിടാതെ ഈ വചനത്തിന് വേണ്ടി നിലകൊണ്ട എത്ര പേരുണ്ട്? പ്രിയപ്പെട്ടവരെ, നോക്കിയാൽ മതി. ഈ ധ്യാനങ്ങളൊക്കെ കഴിഞ്ഞിട്ടും, ഈ അത്ഭുതങ്ങളൊക്കെ കഴിഞ്ഞിട്ടും, ഒത്തിരിയേറെ കാര്യസാധ്യത്തിന്റെ എന്താ പറയാ സാക്ഷ്യങ്ങൾ കേട്ടിട്ടും എന്തേ നമ്മുടെ കുടുംബത്തിൽ മാറ്റമില്ല, സഭയിൽ മാറ്റമില്ല, സമൂഹത്തിൽ മാറ്റമില്ല, വ്യക്തിജീവിതത്തിൽ മാറ്റമില്ല? മാനസാന്തരമില്ല മക്കളെ, മാനസാന്തരമില്ല. അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്, പിശാചുക്കളെ പുറത്താക്കുന്നുണ്ട്, കാര്യസാധ്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥമായ ഈ കുരിശുമരണം, ഈ കരുണ സ്വന്തമാക്കണമെങ്കിൽ ജീവിതത്തിൽ മാറ്റം വേണം. ഞാൻ പറഞ്ഞില്ലേ, ആന്റി ക്രൈസ്റ്റ് എലമെന്റ്, അതോടൊപ്പം തന്നെ ആന്റി മേരി എലമെന്റ്. മാതാവിനൊക്കെ വച്ചും മാതാവിന്റെ പേരും പറഞ്ഞും ഒത്തിരി കാര്യസാധ്യത്തിന്റെ സാക്ഷ്യങ്ങൾ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. ഇവിടെ മാനസാന്തരം ഉണ്ടോ? എന്താണ് മാതാവിന്റെ ജീവിതം, മാതാവിന്റെ മാധ്യസ്ഥം? അത് മാതാവിന്റെ ജീവിതമാക്കി മാറ്റണം. അവിടെ മാതാവിനെ പോലെ വചനത്തിന് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മാനസാന്തരം സംഭവിച്ചാൽ ഞാൻ പറയും, അവിടെ ദൈവത്തിന്റെ കരുണയുണ്ട്. അത് മാതാവിന്റെ മാധ്യസ്ഥത്തില് എന്താണ് മാതാവിന്റെ ഒരു സാന്നിധ്യത്തിന്റെ ശക്തി? രണ്ട് കാര്യം ഞാൻ പറയാം. ഒന്ന്, മാതാവിന്റെ വിശുദ്ധി, കന്യകാത്വം, കന്യക. രണ്ട്, മാതാവിന്റെ മാതൃത്വം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം. ഈ വിശുദ്ധി എന്ന് പറഞ്ഞ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചുമുള്ള ദൈവിക ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കലാണ് മക്കളെ വിശുദ്ധി, ജീവിത വിശുദ്ധി. ഈ കാരുണ്യ പ്രവൃത്തി എന്നൊക്കെ പറയുന്നത്
ദൈവത്തിന്റെ ഹിതം എന്താണോ അത് എന്നിൽ പൂർത്തീകരിക്കണം. മാതാവ് അത് ചെയ്തു. തന്റെ വിശുദ്ധി, തന്റെ കന്യകാത്വം, തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. എത്ര പേര് ഈ മാതാവിന് മധ്യസ്ഥം നേടി, മാതാവിനുമായിട്ട് ബന്ധപ്പെട്ട് അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടിപ്പായുമ്പോ ഈ മാതാവിന്റെ ജീവിതത്തില് അനുവർത്തിക്കുന്നവര്. വീണ്ടും മാതാവിന്റെ മാതൃത്വം. കന്യകയാണ്, പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുക. ഒത്തിരി പ്രതിസന്ധിയുണ്ട്, ഒത്തിരി സഹനമുണ്ട്, കട്ടപ്പാടുണ്ട്. എന്നാൽ ദൈവഹിതത്തിന് വേണ്ടി തന്റെ മാതൃത്വത്തെ, തന്റെ കന്യകാത്വത്തെ സമർപ്പിച്ച വലിയ വിശുദ്ധയാണ്, വലിയ കൃപ നിറഞ്ഞവളാണ്, വലിയ ജീവിതം ജീവിച്ചവളാണ് പരിശുദ്ധി അമ്മ. ഇന്ന് പല മക്കൾക്കും മാതൃത്വം എന്നുള്ളതില്ല. കല്യാണമേ കഴിക്കണ്ട, കല്യാണം കഴിച്ചാലും മക്കൾ വേണ്ട, ഒന്നോ രണ്ടോ മതി. മാതാവിനെ പോലെ ദൈവത്തിന് എന്താണ് ദൈവത്തിന്റെ ഹിതം? ജെറമ്യാ പ്രവാചന പുസ്തകത്തില് 29-ാം അധ്യായത്തിന്റെ 6-ാം വചനം, നിങ്ങൾ വിവാഹം കഴിക്കുവിൻ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കളും വിവാഹം ചെയ്യട്ടെ, അവരെ വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കൾ ഉണ്ടാകട്ടെ, നിങ്ങളുടെ സംഖ്യ കുറയരുത്, നിങ്ങൾ പെരുകണം. മാതൃത്വം. ഇന്ന് ഭാര്യമാർക്കും പെൺകുട്ടികൾക്കൊക്കെ മാതൃത്വത്തോട് വലിയ താല്പര്യമില്ല. ഞാൻ പറയും, മാതാവിന്റെ മാതൃക, മാതാവിന്റെ ജീവിതം എന്തിനു വേണ്ടി ദൈവം നിയോഗിച്ചോ, എന്തിനു വേണ്ടി ദൈവം വിളിച്ചോ, അതിനുവേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്ന ജീവിതം. തോന്നിയമാതിരിയൊക്കെ മക്കളെ നിയന്ത്രിച്ചു. 1 മതി, 2 മതി, പല തീരുമാനങ്ങള്. ചിലക്ക് കല്യാണമേ വേണ്ട. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്റെ സീറ്റിന്റെ ബാക്കില് 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുക, വലിയ ഒച്ചത്തിൽ സംസാരിക്കണേ. ഒരു ഫ്രഞ്ചുകാരിയും ഒരു ഇന്ത്യക്കാരനും രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ വെച്ച് പരിചയപ്പെടുക. അപ്പൊ ഇവള് ഇങ്ങനെ പറയുന്നുണ്ട്, ഐ എം എലോൺ. ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പല രാജ്യങ്ങള് ഞാൻ യാത്ര ചെയ്തു, ഞാൻ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനിങ്ങനെ ചോദിച്ചു, ഇവനാണെങ്കിൽ 2-3 എക്സ് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുക, ഭയങ്കരമായിട്ട് ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മടിയില്ല, ഒരു നാണമില്ല. നമുക്കറിയാം, ഇന്ന് തിന്മയെ കുറിച്ച് പറയാനോ പാപത്തെ കുറിച്ച് പറയാനോ അവനവൻ ചെയ്ത മ്ലേച്ഛതകള്, ദൈവിക നിന്ദകള്, പ്രമാണ ലംഘനങ്ങള് പരസ്യമായി പറയാനോ അതിനെ പ്രഘോഷിക്കാനോ യാതൊരു മടിയുമില്ല, ചലിപ്പില്ല. ആര് കേട്ടാലും കുഴപ്പമില്ല. ഇവളൊരു ക്രിസ്ത്യാനിയാ, ഫ്രഞ്ചുകാരി. അപ്പോൾ ഇടയ്ക്ക് പറയാ, ഞാൻ സ്വന്തമായി സമ്പാദിക്കുന്നു, ഞാൻ സ്വന്തമായി ചെലവഴിക്കുന്നു, എനിക്കൊരു കല്യാണ ജീവിതമൊന്നും വേണ്ട, എനിക്ക് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, പലരും ഉണ്ടായിട്ടുണ്ട്, ഞാനിങ്ങനെ ജീവിക്കും. എന്റെ സ്വത്ത്, എന്റെ സുഖം, എന്റെ താല്പര്യം, എനിക്ക് കൺസീവ് ചെയ്യാനും ഗർഭം ധരിക്കാനും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാനും ചെലവഴിക്കാനൊന്നും സമയമില്ല. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞേ, ഇവളുടെ അപ്പനും അമ്മയും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരു സാധനം ഉണ്ടാവില്ലായിരുന്നു എന്റെ മനസ്സിൽ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണെന്ന് ദൈവം പറഞ്ഞു, മക്കൾ ഉണ്ടാകട്ടെ, കല്യാണം വേണ്ട, മൈ ബോഡി മൈ ഫ്രീഡം. ഒത്തിരി പേര് അങ്ങനെ പറയാ, മൈ ബോഡി, എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം, ഞാൻ ഇഷ്ടം പോലെ ചെയ്യും, ഞാൻ സ്വയംഭോഗം ചെയ്യും, ഞാൻ വ്യഭിചരിക്കും, ഞാൻ തോന്നിയ മാതിരി വസ്ത്രം ധരിക്കും, ഞാൻ തോന്നിയ മാതിരി ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഭയങ്കരമായ ആന്റി ക്രൈസ്റ്റ് എലമെന്റ്സ്. ക്രിസ്തുവിന് വചനത്തിന് നിരക്കാത്ത എതിർ സാക്ഷ്യങ്ങൾ നേരെയാണ്. മക്കൾക്ക് മാതാപിതാക്കളോട് ബഹുമാനമില്ല. ഞങ്ങളൊക്കെ കഴിഞ്ഞ ഈ ശനിയാഴ്ച, ഈസ്റ്ററിന്റെ തലേ ദിവസം, ദുഃഖ ശനിയാഴ്ച, കരുണയുടെ നൊവേന കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോ ഒരമ്മച്ചി ചങ്കുപൊട്ടി കാത്തിരിക്കുക. ഇപ്പൊ 3 മണിക്ക് നമ്മുടെ ലൈവായിട്ടുള്ള നൊവേന നമ്മുടെ ചാനലിലൊക്കെ ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ 2:45 വന്നതാ. അപ്പോഴേക്ക് ഞാൻ സ്റ്റുഡിയോയിൽ കയറിയിരുന്നു, ആനാട് ചാപ്പലിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഈ അമ്മ കാത്തിരിക്കുക. മറ്റേ എന്റെ കൂടുതൽ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇനി 4 മണി കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ അമ്മച്ചി. അമ്മച്ചി പൊക്കോ, നാളെ ഈസ്റ്ററല്ലേ, അച്ഛനെ കണ്ടിട്ടേ പോവൂ. പാവമ്മ
അപ്പൊ ഞാൻ ഇറങ്ങി വന്ന് കുറച്ചേ ഇപ്പം അച്ഛനോട് പറയണേ, ഞാൻ അച്ഛൻ വന്ന് അത് ചേച്ചി വന്ന് നോക്കിയിരിക്കേണ്ടത് അച്ഛനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചെന്നു പോയി അമ്മച്ചിയുടെ അടുത്തേക്ക്. ഒരു 1.5 മണിക്കൂർ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ അമ്മച്ചിയുടെ സങ്കടം പറയാണ്. തൻ്റെ മകന്റെ സ്വഭാവം, അവൻ അമ്മച്ചിയെ തല്ലി, അമ്മച്ചിയെ ചവിട്ടി, അമ്മച്ചിയോട് പറഞ്ഞു നീ പോയി ചാവടി. ഈ മകൻ പണ്ട് ധ്യാനം കൂടിയിട്ടുള്ള അവിടെ, എനിക്ക് അവനെ അറിയാം. അതുകൊണ്ട് ഓടി വന്നേക്ക അമ്മ വന്നേക്കോ, അച്ഛന്ന് വിളിച്ച് പറ. എന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹമില്ല, അപ്പനെ തെറി വിളിക്കും, വചനത്തോട് താല്പര്യമില്ല, അപ്പനെ തല്ലും, മാതാപിതാക്കളെ ഒത്തിരിയേറെ കണ്ണീര് വീഴ്ത്തും. അനുസരണമില്ലാത്ത മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്, ഒന്നിനും മടിയില്ല, വിശുദ്ധിക്ക് വിലയില്ല. ദൈവാലയമാകുന്ന പരിശുദ്ധമായ ദൈവത്തിന്റെ ശരീരം, ഹൃദയമാകുന്ന ദൈവാലയം, പരിശുദ്ധാത്മ വസിക്കുന്ന നമ്മുടെ ശരീരം, അതിന്റെ ചൈതന്യം ഒരു വലിയ മാനസാന്തരത്തിന്റെ വലിയൊരു ആവശ്യകതയുണ്ട്. സഭയിലേക്ക് നോക്ക്. ആന്റി ക്രൈസ്റ്റ് എലമെന്റ്സ്, വാചനത്തിൽ നിരക്കാത്ത വെറുപ്പ്, അശുദ്ധി, അവിശ്വസ്തത, സ്നേഹരാഹിത്യം, അനുസരണക്കേട്, ഭിന്നത, പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല. വൈദികർക്ക് പോലും ദിവ്യകാല സന്നദ്ധിയിൽ ഇരുന്ന് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമില്ല. സന്യസ്തരുണ്ട് ലോകത്തിന്റെ കാര്യങ്ങളിൽ, വ്യാപാരങ്ങളിൽ, മറ്റു പല പ്രസ്ഥാനങ്ങളിൽ. മാനസാന്തരപ്പെടേണ്ട വലിയൊരു മേഖലയുണ്ട് മക്കളെ. ഈ കർത്താവിനെ കുരിശുമാനത്തെ പ്രഘോഷിക്കേണ്ട പൗരോഹിത്യം, സന്യാസ ജീവിതം, അഭിവന്ദ പിതാക്കന്മാര്, സഭ ഇന്ന് ചെയ്തോ? മാനസാന്തരപ്പെടണം. വലിയ വലിയ പ്രസ്ഥാനങ്ങളും മറ്റു പല കാര്യങ്ങളും. എന്റെ പ്രിയ സുവിശേഷം ഇതാണ്. കുരിശുമരണം, കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട ബലി, ഈ കാരുണ്യം നമ്മൾ പകർന്നു കൊടുത്തോ? ആത്മാക്ക രക്ഷയ്ക്ക് വേണ്ടി, ഈ ദൈവകരുണയിലേക്ക് അനേക മക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മൾ ആത്മാർത്ഥമായിട്ട് മാനസാന്തരപ്പെടേണ്ട കാലഘട്ടമാണ്. ഇന്ന് ഓരോ സ്ഥലങ്ങളിലും പള്ളികൾ പൊട്ടിക്കൊണ്ടിരിക്കുക. യുകെയിലൊക്കെ ചെന്നപ്പോ അവിടെ പറയാണ് 500 പള്ളികൾ മുസ്ലിങ്ങൾ വാങ്ങിച്ചു. പള്ളികൾ പൊട്ടിക്കൊണ്ടിരിക്കുക. പല പള്ളിയിലും അച്ഛൻ പോയി കാണാനിടയായി. ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പ്രായമായ കുറച്ച് മരിക്കാറായ മനുഷ്യർ മാത്രം, ചെറുപ്പക്കാർ പള്ളിയിലില്ല. എന്തു പറ്റി? ഈ കരുണ, ഈ കുരിശുമരണം, ഈ യേശുവിനെ പ്രഘോഷിക്കാൻ നമ്മൾ തോറ്റുപോയില്ലേ? മറ്റു പലതും കൊടുത്തു, മറ്റു പല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ സുവിശേഷം പ്രഘോഷിക്കാൻ തോറ്റുപോയി. അത്ഭുതങ്ങളെ പെരുപ്പിച്ച് കാര്യസാധ്യത്തിന് വേണ്ടി, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മ മനുഷ്യരെ പ്രലോഭിപ്പിച്ച് പറ്റിച്ചു. സ്വർഗ സൗഭാഗ്യത്തിലേക്ക് നയിക്കാൻ യേശു വന്നേ. നിത്യത പിതാവിന്റെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടു പോകാൻ യേശുവാകുന്ന വഴിയിലൂടെ മാനസാന്തരത്തിന്റെ, കുരിശുമരണത്തിന്റെ, പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, സാത്താന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് മനുഷ്യമക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന രക്ഷാകര വഴിയൊരുക്കാൻ വേണ്ടി യേശു വന്നിട്ട് ഇത്രയും വലിയ കാരുണ്യത്തെ പ്രഘോഷിക്കാൻ പരാജയപ്പെട്ടത് കൊണ്ടല്ലേ ഇന്ന് സഭയിൽ, പള്ളികളിൽ ആളുകൾ ഇല്ലാതെ പോയത്? ഈ സത്യം പ്രഘോഷിക്കപ്പെട്ടോ? സഭ പശ്ചാത്തപിക്കണം, നേതൃത്വം പശ്ചാത്തപിക്കണം, പൗരോഹിത്യം പശ്ചാത്തപിക്കണം, സന്യാസ ജീവിതങ്ങൾ പശ്ചാത്തപിക്കണം. ഈ കാരുണ്യം എന്ന് പറഞ്ഞ കുറെ സ്കൂള് പഠിപ്പിക്കലല്ല, ആതുര സേവനമല്ല, മറ്റു പ്രസ്ഥാനങ്ങളല്ല. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കരുണ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട കർത്താവിന്റെ ഈ പ്രവൃത്തിയാണ്, ഈ ബലിയാണ്. അതുമാത്രം പ്രഘോഷിച്ചില്ല, ബാക്കിയെല്ലാം പ്രഘോഷിച്ചു. കാരുണ്യത്തിന്റെ പേരിൽ അഭയാർത്ഥികളെ കയറ്റി യൂറോപ്പ് മുടിപ്പിച്ചു, വിശ്വാസം നശിപ്പിച്ചു. ഒരു കാര്യം ഓർത്തോ,
വിശ്വാസം നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് പിശാചിന് കയറാം, ഏത് പിശാചിന് കയറി നിറങ്ങാം. ഇതൊക്കെ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനി സമയം അതിക്രമിച്ചു മക്കളെ. മാനസാന്തരപ്പെടാൻ, പശ്ചാത്തപിക്കാൻ, തിരിച്ചു വരാൻ, ഈ കരുണ സ്വന്തമാക്കാൻ സമയം അതിക്രമിച്ചു. ഇപ്പോഴും നമ്മൾ ടീമംഗങ്ങൾ ഉറക്കുക. ഇപ്പോഴും ഈ അത്ഭുതങ്ങളും രോഗശാന്തിയും കൊണ്ട് പെരുപ്പിച്ചും സാക്ഷ്യപ്പെടുത്തിയും പേപ്പർ ഇറക്കിയും നടക്കുക. നമ്മുടെയൊക്കെ ഗതികേടെന്ന് ഓർക്കണേ. ഇത്രമാത്രം വലിയ കരുണ, ഇത്രമാത്രം വലിയ രക്ഷ നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടും അതനുസരിച്ച്, ഈ വചനം അനുസരിച്ച് മാനസാന്തരപ്പെട്ട് ഈ കർത്താവിലേക്ക് തിരിഞ്ഞാൽ, ഈ കരുണ സ്വന്തമാക്കിയാൽ നമ്മളും നമ്മുടെ സഭയും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും സഭയും പൗരോഹിത്യവും സന്യാസ ജീവിതവും എവിടെ ചെന്നേന്? എവിടെ ചെന്നേനെ മക്കളെ? ഇപ്പൊ എവിടെ നിൽക്കണേ? കർത്താവിന്റെ വലിയ വേദനയാണ് മക്കളെ. എന്റെ കരുണ ആരും സ്വീകരിക്കുന്നില്ല. റിജക്റ്റഡ് ലവ്. ഈ ദിവസങ്ങളൊക്കെ ദിവ്യാനുസരണത്തിലൊക്കെ മണിക്കൂറുകൾ ഇരുന്ന് ചിന്തിച്ചപ്പോ, ധ്യാനിച്ചപ്പോ കർത്താവിന്റെ ഒരു വേദനയുണ്ട് മക്കളെ. ഞാൻ ഇതുപോലെ സ്നേഹിച്ചിട്ടും ഇതുപോലെ കരുണ ചൊരിഞ്ഞിട്ടും ഇത്രമാത്രം വലിയ സമ്പത്ത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഞാൻ കുരിശിൽ പൂർത്തീകരിച്ച് നൽകിയിട്ടും ഈ ബലി, ഈ കൂദാശകൾ ഞാൻ സഭയെ ഭരമേൽപ്പിച്ചിട്ടും എൻ്റെ മക്കളത് സ്വീകരിച്ചില്ലല്ലോ, വേണ്ട വിധത്തിൽ പ്രഘോഷിച്ചില്ലല്ലോ എന്ന ഒരു വലിയ വേദന ഈശോയ്ക്കുണ്ട്. ഞാനിപ്പോഴും ഓർക്ക, ആളുകൾ ഇങ്ങനെ ഓടി നടക്കാണ്. അവിടെ രോഗശാന്തിക്കാരൻ വന്നു. ഇന്ന് ഒരു കാര്യം ഓർത്തോ, ആൾ ദൈവങ്ങൾ ഇന്ന് സഭയുടെ ശാപമാണ്. അവന്റെ ധ്യാനം, ഇവന്റെ ധ്യാനം, ഈ സ്ഥലം. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. നീ മാനസാന്തരപ്പെട്ടാ മതി, ദൈവത്തിലേക്ക് തിരിഞ്ഞാ മതി, വിശുദ്ധ കുർബാന കുംഭസാരം വിശുദ്ധിയോടെ സ്വീകരിച്ചാ മതി. നിന്നിലും നിന്റെ കുടുംബത്തിലും യേശു പ്രവർത്തിക്കും. പക്ഷെ ഇന്ന് ഈ ദൈവത്തെ വിട്ട്, ഈ മാനസാന്തരത്തിന്റെ വചനം വിട്ട് ജീവിതത്തിൽ പരിവർത്തനം വരുത്താതെ അല്പസമയത്തിന് വേണ്ടി ചിലപ്പോ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും, ചില ഉടമ്പടികളൊക്കെ എടുക്കും. അത് അതിനു വേണ്ടി, എന്തിനു വേണ്ടി? യേശുവിന് വേണ്ടിയല്ല. കാര്യം നടക്കാൻ വേണ്ടി, കല്യാണം നടക്കാൻ വേണ്ടി, വിദേശത്ത് പോകാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി, അത് ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയൊന്നുമല്ല ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവത്തിന് വിരുദ്ധമായ, യേശുവിനും വചനത്തിന്, വചനമാകുന്ന യേശുവിന് വിരുദ്ധമായ ആന്റി ക്രൈസ്റ്റ് എലമെന്റ്സ് എന്ന് പറയും. ക്രിസ്തുവിന് എതിരായ സാക്ഷ്യങ്ങളും ജീവിതങ്ങളും. നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്താൻ സാധിക്കണം മക്കളെ. ഈശോയുടെ വലിയ വേദന നോർത്തേക്ക് നമ്മുടെ സഭയോർത്ത് കർത്താവ് വേദനിക്കല്ലേ. ഒത്തിരി രാജ്യങ്ങള്, ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുമ്പോ, കുർബാന മുടക്കപ്പെടുമ്പോ കർത്താവ് ചങ്കുപൊട്ടി കരയാണ്. ഈ കുർബാന നൽകിയിട്ട്, ഈ ദേവാലയം നൽകിയിട്ട് എന്റെ മക്കൾ എവിടെ പോയി? എന്തുകൊണ്ട് പോയി? ഒരു നിലവിളിയുണ്ട് മക്കളെ. അതുകൊണ്ട് ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുക. ഇനി ഒരു കാര്യം ഉറപ്പാണ്, ഇനി അധിക നാള് ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മളൊന്നും ഉണ്ടാവുമെന്ന് തോന്നണില്ല. കാരണം അതുപോലത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തിന്മ അതുപോലെ അതിപ്രസരിക്കുമ്പോ, പൈശാചിക ശക്തികൾ അതുപോലെ പ്രസരിക്കുമ്പോ, ഈ കുരിശുമരണത്തെ പ്രഘോഷിച്ച്, ഈ കരുണ പ്രഘോഷിച്ച്, ഈ കരുണ സ്വന്തമാക്കാൻ മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ. ഇത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു കുരിശിൽ നമുക്ക് വേണ്ടി ദൈവരാജ്യം സംസ്ഥാപിതമാക്കിയിരിക്കുന്നു. ആ കരുണയെ പ്രഘോഷിക്കാൻ, ആ കരുണയിലേക്ക് കടന്നു വരുവാൻ, മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഓർക്ക, ഒത്തിരി വചന പ്രഘോഷണ കേന്ദ്രങ്ങളുണ്ട്, ഒത്തിരിയേറെ. എന്ന എവിടെയും വചന പ്രഘോഷണങ്ങൾ. എന്നിട്ട് എന്തോടോ നമ്മുടെ സഭയും നമ്മുടെ മക്കളും കുടുംബങ്ങളും രക്ഷപ്പെടാതെ? തിന്മ ഏറിയേറി വരുന്നു, അകൃത്യങ്ങൾ ഏറിയേറി വരുന്നു. ദൈവത്തിലേക്ക് തിരിയാൻ മനസ്സില്ലാത്ത മക്കൾ, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ തേടുന്ന മക്കൾ
ഞാൻ ഈ പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇവിടുന്ന് പോണ മക്കളുണ്ട്, യുവമക്കളൊക്കെ. ഇവിടുന്ന് വലിയ പ്രാർത്ഥിച്ചും ധ്യാനം കൂടിയും പല പല അതും ഇതുമൊക്കെ എടുത്തും OET ഒക്കെ പാസ്സായും ഒക്കെ പോവും. അവിടെ ചെന്ന് ജോലി കിട്ടി ഒന്ന് സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പള്ളിയിലോ കൂദാശയ്ക്കോ ഒരു ബന്ധമില്ല. ജീവിക്കുന്ന അനേകം മക്കൾ, നശിച്ചടങ്ങുന്ന നശിച്ചൊടുങ്ങുന്ന ഒത്തിരിയേറെ മക്കളെ കാണുമ്പോൾ, സംഭവങ്ങൾ കേൾക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ എന്തു പറ്റി? സത്യസുവിശേഷം പ്രഘോഷിക്കേണ്ട പോലെ പ്രഘോഷിക്കപ്പെടാതെ പോയ, ഈ കരുണ സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കി എടുക്കാതെ പോയ നമ്മുടെയൊക്കെ പിഴ വലിയ പിഴ. പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, ആളെ കൂട്ടാനും ഒരു കാര്യം ഓർത്തോ, ഈശോ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് യേശുവിനെ സ്വന്തമാക്കി കൂദാശകളിലൂടെ ദൈവബന്ധത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസം കണ്ടെത്തുമോ? വലിയ സംശയ. കാരണം ഇതിലൊന്നുമല്ല നമ്മുടെ ജീവിതം, ഇതൊന്നുമല്ല പ്രഘോഷിക്കപ്പെടുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ മഹാതിരുനാളിന് വേണ്ടി കർത്താവിന്റെ വലിയൊരു ആഗ്രഹമാണ്, എൻ്റെ ഈ കരുണ ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടണം. എന്നിട്ട് ഈ കരുണയിലേക്ക് എൻ്റെ മക്കൾ തിരിച്ചു വരണം. ഈശോ അതിനുവേണ്ടി പറഞ്ഞില്ലേ, എൻ്റെ കരുണ നിലയില്ലാത്ത കടൽ പോലെയാണ്, മഹാകടൽ. പക്ഷെ ആരും വരുന്നില്ല മക്കളെ. എല്ലാവരും, ഉള്ളവർ പോലും വിട്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ കരുണ ആർക്കും വേണ്ട. പിന്നെ പറഞ്ഞില്ലേ, കരുണയുടെ പ്രവർത്തികൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ആതുര സേവനവും കുറെ സ്കൂളും കുറെ ആശുപത്രിയും ഇതെല്ലാം കൊടുത്തിട്ട് ഈ കർത്താവിന് മാത്രം കൊടുക്കാൻ ഇന്ന് പറ്റാതെ പോയതിന്റെ ഗതികേട് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. സഭയോടെ മക്കൾക്ക് സ്നേഹമുണ്ടോ? പ്രസ്ഥാനങ്ങളോട് സ്നേഹമുണ്ടോ? ഇടവകയോട് സ്നേഹമുണ്ടോ? പൗരോഹിത്യത്തോട് സ്നേഹമുണ്ടോ? ദൈവവിളിയില്ല. എന്തു പറ്റി? വേണ്ടാത്തതൊക്കെ നമ്മൾ പ്രഘോഷിച്ചതിനോടൊന്നും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കാലഘട്ടം അതിക്രമിച്ചു. ഇനി എന്താകും, എങ്ങനെയാകും? ഒരു ശുഭാപ്തി വിശ്വാസം പോലും ഇല്ലാത്ത രീതിയിൽ അധപ്പതിച്ചിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, പള്ളികളിൽ ചെറുപ്പക്കാരില്ലാത്ത അവസ്ഥകൾ, പൊട്ടിപ്പോകുന്ന പള്ളികൾ, മറ്റുള്ളവർ വാങ്ങിച്ച് ബാറും ഒക്കെ ആക്കി മാറ്റുന്ന അവസ്ഥകൾ. ഇത് നമ്മുടെ കേരളക്കരയിലും അതേ വിദൂരത്തല്ല. നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ഒരു കണക്കുണ്ട്, 20 വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവരുടെ വളർച്ചാ നിരക്ക് 0 ആകുന്നു. വട്ടപൂജ്യം. എന്ത് പറ്റി നമുക്ക്? പള്ളികളിലെ, സന്യാസ ഭവനങ്ങളിലെ, സ്കൂളുകളിലെ, പ്രസ്ഥാനങ്ങളിലെ, ആശുപത്രികളിലെ, കന്യാസ്ത്രീമാരിലെ ഈ കരുണ പ്രഘോഷിക്കാൻ ആരെങ്കിലും ഉണ്ടായോടാ മക്കളെ? മാനസാന്തരപ്പെട്, പശ്ചാത്തപിക്ക്, യേശുവിലേക്ക് തിരി. ആ വിളി, മരുഭൂമി വിളിച്ചു വരുന്നതിന്റെ ശബ്ദം, യേശുവിന്റെ സുവിശേഷ പ്രഖ്യാപനം. മാനസാന്തരപ്പെട്, പശ്ചാത്തപിക്ക്. എനിക്ക് ദാഹിക്കുന്നു മക്കളെ, പശ്ചാത്തപിക്ക്, തിരിച്ചു വാ. മാനസാന്തരത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ വിളിയുണ്ട്. അതുമാത്രം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് പലതിനെ വഴക്കടിച്ച് മത്സരിച്ച് നശിച്ചടങ്ങുന്ന ജനം ആ സമയത്തും വാശി പിടിച്ച് മഴക്കടിച്ച് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? സങ്കടമുണ്ട് മക്കളെ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കാലഘട്ടം അതിക്രമിച്ചു. എല്ലായിടത്തും സഭയിലും കുടുംബത്തിലും പൗരോഹിത്യത്തിലും സന്യാസ ഭവനങ്ങളിലും സമർപ്പണ ജീവിതത്തിലൊക്കെ ആന്റി ക്രൈസ്റ്റ് എലമെന്റ്സ് അതിശക്തമായിട്ട് പ്രബലപ്പെട്ടിരിക്കുമ്പോൾ, ഈ വചനത്തിന്റെ, സ്വർഗത്തിന്റെ ചൈതന്യത്തിന്റെ, ആത്മരക്ഷയുടെ മാനസാന്തരം പ്രഘോഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം എന്ന് പറയുമ്പോഴും സത്യം പറയട്ടെ, ഒരു പ്രതീക്ഷയില്ലായ്മ ഇന്ന് എല്ലാ ശുശ്രൂഷയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ആർക്കും വേണ്ട, ഈ വചനമൊന്നും ആർക്കും വേണ്ട. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ശക്തീകരണത്തിന്റെ ഒരു ധ്യാനമൊക്കെ വെച്ചാൽ ഇതൊക്കെ ആർക്ക് വേണം? മാനസാന്തരം, പശ്ചാത്തപിക്കണം. അപ്പുറത്തെ അത്ഭുതങ്ങൾ അങ്ങ് നടക്കാണ്. അവിടെ ആള് വീഴുന്നു, എഴുന്നേൽക്കുന്നു. പറഞ്ഞില്ലേ, ഈശോ ഞാൻ നിങ്ങളെ അറിയത്തില്ല, അത്ഭുതങ്ങൾ ചെയ്തില്ലേ, പിശാചുക്കളെ പുറത്താക്കിയില്ലേ? ഈശോ പറയാ,
അനീതി പ്രവർത്തിക്കുന്നവരെ ആ വാക്കുമാർക്ക് അനീതി. അനീതി. നീതി പ്രവർത്തിക്കണം, പറയേണ്ടത് പറയണം, പ്രഘോഷിക്കേണ്ടത് പ്രഘോഷിക്കണം. ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ യേശു വിളിച്ച പേരാണ് ഞാൻ നിങ്ങളെ അറിയത്തില്ല എന്നാൽ നിങ്ങൾ അനീതി പ്രവർത്തിച്ചു. ഈശോ വന്നത് ഈ ലോകത്തിൽ നമ്മെ തുകിപ്പിക്കാനല്ല മക്കളെ. ഈശോ കുരിശിൽ മരിച്ചത് ഈ ലോകത്തിൽ നമുക്ക് ജോലി തരാനും നമ്മുടെ കല്യാണം ശരിയാക്കാനും ഒന്നുമല്ല. IELTS OET പാസ്സാക്കി വിദേശത്ത് കൊണ്ടുപോകാനുമല്ല. ഈശോ ഇവിടെ വന്ന് ഈ കാരുണ്യത്തിന്റെ ഈ കുരിശുമരണം മരിച്ചത് നമുക്ക് ജീവൻ ഉണ്ടാകാനാണ്. ആ പ്രാർത്ഥന മറക്കരുത്. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ കണ്ടോ, അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. ഇതാണ് കാരുണ്യം. സ്വന്തമാക്കിയോ സഭ? ഇന്നെല്ലാ ശത്രുക്കളും കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഏത് പിശാചിനെ കയറി പിടിക്കാവുന്നവനായി മാറി. ആഭിചാര്യം, ക്ഷുദ്രശക്തി, വശീകരണ യന്ത്രങ്ങൾ, ഹലാല്, ആഭിചാര വസ്തുക്കൾ പെട്ടെന്ന് കീഴ്പ്പെടുത്തുന്ന വർഗമായി മാറിയില്ലേ? എന്തു പറ്റി നമുക്ക്? ഈ രക്ഷ, ഈ കാരുണ്യം സ്വന്തമാക്കിയെടുക്കുന്നതിന് പകരം വേറെ പലതിൻ്റെ പിന്നാലെ പോയി വേറെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തോറ്റ് ഒടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2024 കരുണയുടെ ഈ മഹാതിരുനാൾ ഒരുങ്ങുമ്പോൾ മാനസാന്തരത്തിൻ്റെ ഒരു വലിയ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം, സ്വീകരിക്കണം. മാനസാന്തരം വേറെ ഒന്നും കൊണ്ട് കാര്യമില്ല മക്കളെ. രോഗശാന്തി കൊണ്ട് നീ രക്ഷപ്പെടുവോ? ഈ 91 സങ്കീർത്തനം ചെല്ലുമ്പോൾ ഒരു വാദമുണ്ട്, നിനക്ക് യാതൊരു അനർത്ഥവും സംഭവിക്കത്തില്ല. അത് ചില ആൾക്കാർക്ക് പഠിക്കും. ഒരനർത്ഥവും. എന്താണ് അനർത്ഥം എന്ന് പറഞ്ഞാൽ? അനർത്ഥം എന്ന് പറയത്തുള്ളൂ, അർത്ഥമില്ലാത്തതൊന്നും സംഭവിക്കത്തില്ല. അതിനെ ഒത്തിരി സ്വാധീനിച്ച വചന. അർത്ഥമില്ലാത്തത് അനർത്ഥം. ആൾക്കാരെ ഒരു സഹനം വരില്ല, കുരിശ് വരില്ല, തൊലി വരില്ലെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, അർത്ഥമില്ലാത്തത് എന്തേ? സഹനത്തിന് അർത്ഥമില്ലേ? തോൽവിക്ക് അർത്ഥമില്ലേ? രോഗത്തിന് അർത്ഥമില്ലേ? ഉണ്ട്. കുരിശുമരണത്തിന് അർത്ഥമില്ലേ? വ്യാകുലങ്ങൾക്ക് അർത്ഥമില്ലേ? ഏത് സഹനവും, ഏത് കുരിശും, ഏത് മുറിവും, ഏത് തോൽവിക്കും അർത്ഥമുണ്ട്. ഇതൊന്നും വരില്ല എന്നല്ല പറഞ്ഞാണ്, ഇതൊക്കെ വരും. എന്നാൽ അതിന് അർത്ഥമുണ്ട്. അർത്ഥമില്ലാത്തൊന്നും സംഭവിക്കില്ല എന്റെ ജീവിതത്തിൽ. അതാണ് അനർത്ഥം. ആളുകൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക, ഒന്നും വരില്ല, അർത്ഥത്തിന് സംരക്ഷണമുണ്ട്. ഉള്ളവനാരാ? ആ സംരക്ഷണത്തിൽ വസിക്കുന്നവനാ. 91 സങ്കീർത്തനം ചൊല്ലിയതുകൊണ്ടൊന്നും ആർക്കും സംരക്ഷണമൊന്നും കിട്ടില്ല. അനർത്ഥങ്ങൾ, അർത്ഥമില്ലാത്തത് വരത്തില്ല. പക്ഷേ രോഗങ്ങൾ വരും, തോൽവികൾ വരും, പ്രശ്നങ്ങൾ വരും. ഈ ലോകത്തിന്റെ സ്വാധീനങ്ങൾ നമ്മെ തടസ്സപ്പെടുത്തും. പക്ഷേ അതൊന്നും അർത്ഥമില്ലാത്തതല്ല, അനർത്ഥമല്ല, അർത്ഥമുണ്ട്. ഇങ്ങനെയൊക്കെ സുവിശേഷം നമ്മൾ സ്വീകരിക്കണം മക്കളെ. ഇല്ലാതെ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. പ്രോസ്പെരിറ്റി ഗോസ്പൽ. പൊന്നു മണ്ടന്മാരെ, ആ കാലഘട്ടം അതൊക്കെ ഇനി പറയില്ലേ? ഒത്തിരി അത്ഭുതങ്ങളൊക്കെ പെരിപ്പിച്ചും ആരെങ്കിലും രക്ഷപ്പെടണ മക്കളെ. ഒരു ചൊറിച്ചിൽ മാറി, ഒരു വേദന മാറി, നടുവേദന മാറി, എന്ത് രക്ഷപ്പെട്ടു? എല്ലാം ഏറിയില്ലേ? എവിടെ നോക്ക്? വിശ്വാസം വളർന്നോ? വിശുദ്ധി വളർന്നോ? ദൈവരാജ്യം വളർന്നോ? ദൈവ വിളി വളർന്നോ? സഭ വളർന്നോ? ഇന്ന് ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോലും ബിൽഡിങ്ങുകളൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുക. ബ്രഹ്മാണ്ഡമായ പലത് പണിതിട്ടു. ഇന്ന് ആളുകളില്ലാതെ കഷ്ടപ്പെടുന്ന പല സ്ഥലങ്ങളും. പറയേണ്ടത് പറഞ്ഞില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റൊക്കെ ഒരു കൊടിയുത്തിവാണ്. പോളണ്ട് പോലുള്ള ആ ഒരു കിഴക്കൻ യൂറോപ്പിലൊക്കെ ശക്തമായ ദൈവജനത്തിന്റെ ഒരു നിറവ് പള്ളികളിലുണ്ടെന്നൊക്കെ പറഞ്ഞു കിട്ടും. ഒരു കാലഘട്ടം പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിന് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ എല്ലാം ശൂന്യമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ മാനസാന്തരത്തിന്റെ സുവിശേഷം, മാനസാന്തരത്തിന്റെ
വലിയ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കും. അതിനുവേണ്ടിയാണ് ദൈവമായ കർത്താവ് ഈ നമ്മുടെ ഷെക്കേന ചാനലിലൂടെ ഈ ദിവസങ്ങൾ 7 ദിവസങ്ങൾ ദൈവകരുണയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി മാനസാന്തരത്തിന്റെ മണിക്കൂറുകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അത് സ്വന്തമാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ചിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും കണ്ണു തുറന്ന് നോക്ക്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ മാറ്റി നിർത്തി, വചനത്തെ മാറ്റി നിർത്തി, പ്രമാണത്തെ മാറ്റി നിർത്തി, സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടിയും ലോകത്തിലെ നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ഇന്ന് വചനത്തെ, ശുശ്രൂഷകളെ, നമ്മുടെ പ്രസ്ഥാനങ്ങളെ, സഭ പോലും ആയി തീർന്നപ്പോ യഥാർത്ഥമായ വിശ്വാസം നഷ്ടപ്പെട്ടില്ല മക്കളെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയിലേക്ക് തിരിയാൻ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിന്റെ തിരുസന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ എളിമയോടെ പശ്ചാത്താപത്തോടെ നമുക്ക് വ്യക്തിപരമായിട്ട് മാനസാന്തരപ്പെടാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാനസാന്തരപ്പെടാം. സഭയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കാം. പൗരോഹിത്യം, സന്യാസ സഭകള് ലഭിച്ച ഒത്തിരി സാഹചര്യങ്ങള്, സമ്പത്ത്. ഞാൻ ഓർക്കാണ്, റോമിലൊക്കെ രക്തസാക്ഷിത്വത്തിന്റെ അവസ്ഥയില് അനേകം മക്കൾ കൊന്നൊടുക്കപ്പെട്ടു. ഇന്ന് നോക്ക്, ആ കൊളോസിയം, അതായത് ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച കൊളോസിയം തകർന്നു കിടക്കുമ്പോ സർവാധിപനും സർവശക്തനുമായ ദൈവം തന്റെ കരുണയാൽ അവിടെ ഉയർത്തി വത്തിക്കാൻ അനേകം അമ്പര ചുംബനങ്ങളായി ഗോപുരങ്ങൾ പോലെ ദേവാലയങ്ങൾ പണിതുയർത്തപ്പെട്ടോടെ. എന്തുപറ്റി? അവിടെ വളർത്തി ദൈവം. പക്ഷെ അതിൽ നിലനിർത്താൻ, ഈ കരുണ പ്രഘോഷിക്കാൻ സാധിക്കാതെ പോയപ്പോ എല്ലാം പിടിവിട്ടു പോകുന്ന ഗതികേട് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കാല്ലേ. ചരിത്രം പഠിക്കും മക്കളെ, കണ്ണു തുറന്ന് കാണ്. ആ ഒരു ഗതികേടിലേക്ക് പോകാതെ ഇനിയെങ്കിലും വചനമനുസരിച്ച് കുടുംബങ്ങൾ പണിയട്ടെ, മക്കൾ ജനിക്കട്ടെ, അച്ഛന്മാർ ജീവിക്കട്ടെ, കന്യാസ്ത്രീമാർ ജീവിക്കട്ടെ, ദൈവകരുണ പ്രഘോഷിക്കട്ടെ, മാനസാന്തരം പ്രഘോഷിക്കട്ടെ, ധ്യാനഗുരുക്കന്മാർ അത്ഭുതങ്ങൾ, രോഗശാന്തിയും ഇതൊക്കെ പെരുപ്പിച്ച് ആളെ കൂട്ടാതെ മാനസാന്തരത്തിലേക്ക് ജനത്തെ ആനയിക്കുന്ന സത്യസുവിശേഷം പ്രഘോഷിക്കട്ടെ.